ഹലോ, ഹായ്. എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. പക്ഷെ GST ഇല്ലാതെ പറ്റുമോ? പറ്റും. സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നേഷൻ കിട്ടി തുടങ്ങണമെങ്കിൽ ആ ബിസിനസ് ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ 1% കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആയിരിക്കണം. അപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനും ഒരു കമ്പനിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കമ്പനി എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ജൂറിസ്റ്റിക് പേഴ്സണാണ്. ആ കമ്പനിയുടെ ഒരു വ്യക്തിത്വമുണ്ട്, ആ കമ്പനിയായ തന്നെ ഡീറ്റെയിൽസുകളുണ്ട്. അതിൻ്റെ ലയബിലിറ്റിയും ലിമിറ്റഡ് ആണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആധാർ, നമ്മുടെ പാൻ ബേസ്ഡ് ആയിരിക്കും എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സുകൾക്ക് കറണ്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റുമോ? കറണ്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ട നമുക്ക് MSMയുടെ ഉദ്യമാധാർ എന്ന് പറഞ്ഞാണ്. ഉദ്യമാധാർ അപ്ലൈ ചെയ്തെടുക്കണ ഒരു യൂണിക് പേര് ഉണ്ടാകണം നമുക്ക് ബിസിനസിന്റെ. അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പാനും ആധാരം കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം GST എടുക്കണമെങ്കിൽ GST എടുക്കേണ്ട ആവശ്യം വരുന്നത് നമ്മുടെ ടേൺ ഓവർ അനുസരിച്ചാണ്, നമ്മുടെ വിറ്റുവരവ് അനുസരിച്ചാണ്. ഇപ്പം സർവീസ് സെക്ടറിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതിന് 20 ലക്ഷത്തിന് മേലുള്ളതിനെല്ലാം GST നിർബന്ധമാണ്. ഇപ്പം മാനുഫാക്ചറിംഗ് ആണെങ്കിൽ 40 ലക്ഷത്തിന് മേലെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അതിന് നിർബന്ധമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം E-commerce സൈറ്റിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് വേണം. ഓക്കെ, അപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നിയമപരമായിട്ട് നമ്മൾ പറഞ്ഞില്ല, കേരളത്തിലാണ് ട്രേഡ് ലൈസൻസ് എടുക്കുക, പിന്നെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഉണ്ട്. അതോടൊപ്പം നമ്മൾ ലേബറിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ലേബർ എംപ്ലോയി വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ഇൻകം ടാക്സ് അടയ്ക്കുക, പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുക ഈ പറയുന്ന എംപ്ലോയികൾക്ക്. അതോടൊപ്പം തന്നെ എംപ്ലോയി കൂടുതലുണ്ട്, മോർ ദാൻ 10 എംപ്ലോയീസ് ഉണ്ട്, ESI വരുന്നുണ്ട്, പിന്നെ EPFO എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ വരുന്നുണ്ട് 20 പേര് കൂടുതലുണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ സ്പെസിഫിക് ആണ് നമ്മൾ ഇപ്പം ഏത് കൈൻഡ് ഓഫ് ബിസിനസ് ചെയ്യുന്നത്. ബേക്കറി ഐറ്റംസോ റെസ്റ്റോറൻറ്റോ ചെയ്യുന്നുണ്ട്, FSSAI വരും. അതിന് പാക്കേജ് ഉണ്ടെങ്കിൽ ലീഗൽ മെട്രോളജി വരും. പിന്നെ അത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് വരും. ഇതിനൊക്കെ ചെറിയൊരു ഫയലിംഗും കൂടി ഉണ്ട്. രജിസ്ട്രേഷൻ മാത്രമല്ല ഇയർലി ഫയലിംഗ് കൂടി ഉണ്ടാവും. അപ്പോൾ എൻ്റെ ബിസിനസ് എനിക്കൊന്ന് യൂണീക്ക് ആക്കി വെക്കണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? യൂണീക്ക് ആക്കി ഒരു ബ്രാൻഡ് ആക്കി വെക്കുന്നതിന് ഏറ്റവും നല്ലത് ട്രേഡ് മാർക്ക് എടുക്കുക. ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഓതറൈസ്ഡ് ഒരു പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ പേരിനോ അല്ലെങ്കിൽ ലോഗോയ്ക്കോ നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാം. അത് വേറെ ആർക്കും യൂസ് ചെയ്തില്ല, ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കും നമുക്ക്. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ എൻ്റെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതെനിക്കൊരു കമ്പനി ആക്കി മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നമ്മൾ വേറെ ആരെയും ചേർക്കാതെ തുടങ്ങണമെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെ 1% കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാരെല്ലാവരും ആദ്യം തന്നെ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്? കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനി ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ലീഗാലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ലയബിലിറ്റിയും കുറവാണ്. ഇപ്പം സ്ഥാപകൻ ഇല്ലെങ്കിൽ പോലും കമ്പനി നിലനിൽക്കും. അതോടൊപ്പം തന്നെ ആരെങ്കിലും പുതിയ ഷെയർ ഹോൾഡർ വരുമോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനെ പുതുതായിട്ട് കൊണ്ടുവരുമോ കമ്പനി മാനേജ് ചെയ്യാൻ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് കുറച്ചുകൂടെ ഒരു ജെനുവിനിറ്റി ഉണ്ട്, കാരണം സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ഫയലിംഗ് എല്ലാം നടക്കുന്നതാണ്, ഓഡിറ്റും കാര്യങ്ങളും എല്ലാം നടക്കുന്നതാണ്. പിന്നെ കമ്പനി ആണെങ്കിൽ പുതിയ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പിൻ്റെ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിംഗ് ഓൾ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. Comment below for the checklist. Thank you. Thank you.